അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. ഇന്ന് ഓരോ വാർത്തയും നമ്മുടെ ഹൃദയമിടിപ്പ് കൂട്ടുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള വാർത്തകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. കേട്ടാൽ സഹിക്കാൻ പറ്റാത്ത വാർത്തകൾ, പേടി തോന്നുന്ന വാർത്തകൾ. പ്രവാസിയായ ഉപ്പ അങ്ങ് ഗൾഫിൽ നിന്നും വരികയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു മക്കൾ, ഭാര്യ. അങ്ങനെ ആ മനുഷ്യൻ പെട്ടിയും കെട്ടി എയർപോർട്ടിലേക്ക് പുറപ്പെട്ടതാണ്. പിന്നെ ആ കുടുംബത്തിലെത്തിയ ആ ഒരു വാർത്ത വിശ്വസിക്കാനാവാത്തതാണ് പ്രിയപ്പെട്ടവരെ. ഇതുപോലുള്ള മരണങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രോഗമോ ഒരു ആരോഗ്യ പ്രശ്നമോ ഒന്നും തന്നെ ഇല്ല, പെട്ടെന്നിങ്ങനെ മരണപ്പെട്ടു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെയൊക്കെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ഒരു കളിയും നമ്മൾ കളിച്ചുകൂടാ പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള മരണങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്കറിയില്ല. ഒരു ദിവസം നമ്മളും പോകും. ഇന്ന് ആളുകൾ മരണപ്പെടുന്നത് ഒരു രോഗമോ ഒരു ആരോഗ്യ പ്രശ്നമോ ഒന്നും തന്നെ ഇല്ല, പെട്ടെന്നിങ്ങനെ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോവുകയാണ്. ഒരു സൂചനയുമില്ല. കളിക്കുന്ന കളിയിലും ചിരിക്കുന്ന ചിരിയിലും നടക്കുന്ന നടപ്പിലും ഇരിക്കുന്ന ഇരിപ്പിലും അവർ പാടുന്ന പാട്ടിലും അവർ കുഴഞ്ഞു വീണ് അറ്റാക്കായി മരണപ്പെട്ടു പോവുകയാണ്. അതുപോലത്തെ ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് നമ്മൾ. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്തിട്ടുമുണ്ട്. നമ്മളാരും ഈമാൻ നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള കളി ആരും കളിച്ചുകൂടാ പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ എവിടെ വെച്ചാണ് എങ്ങനെയാണ് മരണപ്പെടുക എന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. അതാണ് മരണം. ഈ ഒരു പ്രവാസിയുടെ കുടുംബത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. 6 മക്കളെ തനിച്ചാക്കി നാട്ടിലേക്കുള്ള മടക്കയാത്രക്കിടെ ആ ഒരു പ്രവാസിയുടെ മരണം സംഭവിക്കുകയാണ്. എന്തൊക്കെ ആഗ്രഹങ്ങളായിരിക്കും, എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും. ഞാൻ ഈ ഒരു നിമിഷം മരണപ്പെട്ടു പോകുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. അപ്രതീക്ഷിതമായ മരണങ്ങളാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പടച്ചറബ്ബ് പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ എല്ലാവരെയും. മരിക്കുന്ന നേരത്ത് നമ്മുടെയൊക്കെ ഖൽബിൽ ഈമാൻ നിലനിർത്തി തരട്ടെ. കുടുംബത്തെ കാണാനുള്ള ഏറെ പ്രതീക്ഷകളുമായി നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു. കാസർഗോഡ് സ്വദേശിയായ ഇദ്ദേഹം അബുദാബിയിലെ വിമാനത്താവളത്തിൽ വെച്ച് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോവുകയാണ്. എല്ലാ സ്വപ്നങ്ങളും എല്ലാ പ്രതീക്ഷകളും പെട്ടിയിലാക്കി ആ കുടുംബത്തെ കാണാൻ വരുന്നതായിരുന്നു. കുടുംബം അവിടെ കാത്തു നിൽക്കുകയാണ്. ഭർത്താവിൻ്റെ വരവും കാത്തിരിക്കുന്ന ആ ഒരു കുടുംബത്തിലെത്തിയ വാർത്ത മരണവാർത്തയായിരുന്നു പ്രിയപ്പെട്ടവരെ. എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? വിശ്വസിച്ചേ പറ്റൂ. മരണമെന്നുള്ളത് അങ്ങനെയാണ്. പടച്ചറബിൻ്റെ കലാകാണ്, പടച്ചറബിൻ്റെ വിധിയാണ്. അത് നമ്മളൊക്കെ ഉൾക്കൊണ്ടേ മതിയാകൂ. മരണപ്പെട്ടിരിക്കുന്നത് കാഞ്ഞങ്ങാട് പാറപ്പള്ളിയിൽ താമസിക്കുന്ന പാണത്തൂർ സ്വദേശി യൂസഫാണ് ഇതുപോലെ മരണപ്പെട്ടത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 51 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. സന്ദർശന വിസയിൽ അബുദാബിയിലെത്തിയതായിരുന്നു യൂസഫ്. ഏറെ സന്തോഷത്തോടെ നാട്ടിലേക്ക് മടങ്ങാൻ, കുടുംബത്തെ കാണാനുള്ള ആ സ്വപ്നങ്ങളും കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വിമാനത്തിൽ കയറാൻ കാത്തു നിൽക്കുന്നതിനിടെയാണ് പെട്ടെന്ന് കുഴഞ്ഞു വീണുപോയത്. യാ അല്ലാഹ്. ഉടനെ തന്നെ ചികിത്സ ലഭ്യമാക്കാൻ അവിടുന്ന് ശ്രമിച്ചുവെങ്കിലും പടച്ചറബിൻ്റെ വിധിക്ക് യൂസഫ് ഉത്തരം നൽകി. ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു. നാട്ടിലേക്ക് മടങ്ങി കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള ആ ഒരു ആഗ്രഹങ്ങൾ ബാക്കിയാക്കി യൂസഫ് അങ്ങ് പടച്ചറബിലേക്ക് മടങ്ങി. ആ ഒരു പ്രവാസിയുടെ അപ്രതീക്ഷിതമായ മരണം ആർക്കും പെട്ടെന്നങ്ങ് ഉൾക്കൊള്ളാനായില്ല. വലിയൊരു ഞെട്ടലിലാണ് ആ ഒരു കുടുംബവും സുഹൃത്തുക്കളും ഉള്ളത്. വിമാനത്താവളത്തിൽ നിന്നും എത്തിയ ആ ഒരു ദുഃഖവാർത്ത അവരുടെയൊക്കെ ഹൃദയം തകർത്തിരുന്നു. നാട്ടിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഉപ്പയും കാത്തി നിൽക്കുന്ന മക്കൾ. കണ്ണീരിലായെത്തിയത് ആ കുടുംബത്തെ മാത്രമല്ല, ആ നാട്ടുകാരെയും കൂടിയാണ്. ഈ കേൾക്കുന്ന നമുക്കും ഇന്ന് സഹിക്കാനാവുന്നില്ല. പ്രിയപ്പെട്ടവരെ, ചില മരണങ്ങൾ അങ്ങനെയാണ്. അവർ നമ്മളെ ഏറെ വേദനിപ്പിച്ചായിരിക്കും. പ്രിയപ്പെട്ടവർക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത വേദനകൾ തന്നായിരിക്കും അവർ നമ്മളെ വിട്ട് വിട പറഞ്ഞു പോവുക. ഉൾക്കൊണ്ടേ മതിയാകൂ. ഒരു ദിവസം മരിക്കേണ്ടവരാണ് നമ്മളൊക്കെ. പടച്ചറബ് ഓരോ മരണങ്ങളും നമുക്കൊക്കെ ഓരോ ഓർമ്മപ്പെടുത്തൽ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതാണ് ആളുകൾക്ക് മനസ്സിലാവാത്തത്. പടച്ചറബിനെ മറന്നുള്ള കളി. കിബറുകൊണ്ട് ആളുകളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല ചിലർക്ക്. എന്തിനാണ്? ഇന്നില്ലെങ്കിൽ നാളെ എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ പോകേണ്ടവരാണെന്നുള്ള ഒരൊറ്റ ചിന്ത അവർക്കില്ല. പ്രിയപ്പെട്ടവരെ, അവസാനം നന്നാക്കണം. അവസാനം നന്നാകാൻ വേണ്ടിയായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതം. അതിനുവേണ്ടിയാണ് പറയുന്നത് മരണത്തിന് വേണ്ടി എന്നും തയ്യാറെടുക്കണമെന്ന്. ഓരോ ശ്വാസത്തിലും നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ മരണമാകുന്നു. ചിലപ്പോൾ ഞാൻ ഈ ഇരുന്നിരിപ്പിൽ മരണപ്പെട്ടു പോയേക്കാം. അപ്പോൾ നമ്മുടെ അവസാനം എന്താണ്? നമ്മൾ ഇതുവരെ ചെയ്തതെന്താണ്? അതായിരിക്കും നമ്മുടെയൊക്കെ ഖബറിലേക്ക് എത്തുക. യൂസഫിൻ്റെ മയ്യത്ത് നാട്ടിലെത്തിക്കാനുള്ള നടപടി കർമ്മങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാടും നാട്ടുകാരും ബന്ധുക്കളും
യൂസഫിനെ നാട്ടിൽ ഇങ്ങനെ കാത്തു നിൽക്കുക. അതൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പടച്ച റബ്ബ് അവർക്ക് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും കൊടുക്കുമാറാകട്ടെ. യൂസഫിൻ്റെ ഭാര്യ ബേക്കൽ സ്വദേശിനി റംസീനയാണ്. മക്കൾ ഇസ്തിയാൻ, മിൻസാന, ഫാത്തിമ, യാസീൻ, മുഷ്ഫിറ, പിന്നെ 3 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞും. പ്രത്യേകിച്ച് ആ കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് ഒരുപാട് സങ്കടമായി പോകുന്നത്. പിതാവിൻ്റെ സ്നേഹവും കരുതലും കിട്ടേണ്ട ആ ഒരു കുഞ്ഞ് ആ ഉപ്പയുടെ സ്നേഹവും കരുതലും അറിയാതെ ഇനി അങ്ങോട്ടുള്ള ജീവിതം. 6 മക്കളാണ് യത്തീമായി പോയത്. പടച്ച റബ്ബേ, നമ്മളെ ഒന്ന് യത്തീമാക്കല്ലേ റബ്ബേ. യത്തീമിൻ്റെ ജീവിതം അറിയാവുന്നതാണ് റബ്ബേ, അത് അനുഭവിച്ചവനാണ് റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ ഉപ്പമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. ആരെയും നീ യത്തീമാക്കല്ലേ റബ്ബേ. യത്തീമായ മക്കളെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, 6 മക്കളാണ് റബ്ബേ യത്തീമായി പോയത്. ആ മക്കളുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണേ റബ്ബേ. ആ കുടുംബത്തിൽ നിന്റെ ഒരു നോട്ടമുണ്ടാകണേ റബ്ബേ. പടച്ച റബ്ബേ, ആരുടെ മുന്നിലും തലകുനിക്കാനാക്കല്ലേ റബ്ബേ. പടച്ച റബ്ബേ, യൂസഫ് എന്ന ഈ ഒരു യുവാവ് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവർക്ക് നീ മഹ്ഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, യൂസഫിൻ്റെ ഖബർ നീ സ്വർഗത്തിലെ ഒരു പൂന്തോട്ടമാക്കി മാറ്റണേ റബ്ബേ. അവരുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ അല്ലാ. 6 മക്കളാണ് റബ്ബേ, അവരുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണേ റബ്ബേ. ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആരുടെ മുന്നിലും തല കുനിപ്പിക്കല്ലേ റബ്ബേ. ആ ഒരു കുടുംബത്തിന് നീ ഇസ്സത്തും ബർക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, മരണപ്പെട്ടുപോയ യൂസഫിന് നീ സ്വർഗം കൊടുക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. മഹ്ഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.